We have to make a deal, otherwise it's going to be very traumatic. Very traumatic. I don't want that to happen, but we have to make a deal. 10 ദിവസങ്ങൾ കൂടിയാൽ 15. അതിനപ്പുറം ഇറാൻ എന്ന രാജ്യത്തിന് സമാധാനത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനാകില്ല. അന്ത്യശാസനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണ്. ഇറാനെതിരെ സമാധാന ചർച്ചകൾക്കപ്പുറം കടുത്ത സൈനിക നടപടിയിലേക്ക് അമേരിക്ക കടക്കുന്നുവെന്ന ശക്തമായ സൂചനകൾ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനെ അമേരിക്ക തയ്യാറാക്കുന്ന ആണവ കരാറിൽ ഒതുക്കാനുള്ള രണ്ടാം വട്ട ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ. പക്ഷേ അങ്ങനെയൊരു നീക്കമുണ്ടായാൽ ലോകരാഷ്ട്രങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതിയിരിക്കുന്നുവെങ്കിൽ ട്രംപിന് തെറ്റി. അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ബ്രസിൻസ്കി തന്റെ പ്രശസ്തമായ ദി ഗ്രാൻഡ് ചെസ് ബോർഡ് പുസ്തകത്തിൽ അവർ ഭയക്കുന്ന ഏറ്റവും വലിയ പേടി സ്വപ്നത്തെക്കുറിച്ച് അമേരിക്ക അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ പ്രതികൂല സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്. അതായത് ലോകത്തിന്റെ താല്പര്യങ്ങൾ 2-3 ചേരികളിലേക്ക് തിരിയുന്നു. പ്രത്യേകിച്ച് യൂറേഷ്യയിൽ ഒരു ആന്റി ഹെജിമോണിക് സഖ്യം അഥവാ അമേരിക്കൻ വിരുദ്ധ ചേരി രൂപപ്പെടുന്നു. ഏറ്റവും രസകരം, യുറേഷ്യൻ ശക്തിയായ റഷ്യയും ഏഷ്യൻ വമ്പനായ ചൈനയും ഇറാനുമായി കൈകോർക്കുന്നു എന്നതാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ സംഭവിച്ചതല്ല ഇതൊന്നും. കൃത്യമായ പ്ലാനോടുകൂടി തയ്യാറാക്കിയ തിരക്കഥ. പേര് ഇറാൻ പ്രോസ്പെരിറ്റി പ്രോജക്റ്റ്. സംഭവം ഇതിനോടകം തന്നെ വാഷിംഗ്ടണിലെയും യൂറോപ്പിലെയും രഹസ്യ ഭരണ കേന്ദ്രങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പകരം പാശ്ചാത്യ അനുകൂലമായ ഒരു പുതിയ സർക്കാരിനെ കൊണ്ടുവരിക എന്ന അമേരിക്കൻ അജണ്ട. അത് തീക്കളിയാണ് എന്ന പരസ്യ മുന്നറിയിപ്പുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ തൊട്ടാൽ മധ്യപൂർവേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ കത്തുമെന്നാണ് താക്കീത്. ദിവസത്തെ അന്ത്യശാസനത്തിന് മുന്നിൽ ലോകം ഇങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ നമ്മൾ കാണാത്ത മറ്റൊരു നിശബ്ദ ചേരി കൂടി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ക്രിങ്ക്. ചൈന, റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ അമേരിക്കൻ സാമ്രാജ്യ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ കൈകോർത്തിരിക്കുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം ഇറാൻ്റേതാണ്. അതായത് UNC 6446 എന്ന ഇറാനിയൻ ഹാക്കർ സംഘം അമേരിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും എയർഫോഴ്സ് ആൻഡ് എയർസ്പേസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് വ്യാജ ഇന്റർവ്യൂകൾ നടത്തി അതിലൂടെ അവരുടെ മെയിലുകൾ വഴി രഹസ്യങ്ങൾ ചോർത്തി തുടങ്ങിയിരിക്കുന്നു അത്രേ. ഗൂഗിളിന്റെ ത്രെറ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ട്രംപിനെ വിറപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ റസ പലവി എന്ന പേര് പറയാതെ നമുക്ക് പോകാനാകില്ല. കാരണം ഇറാനിലെ അവസാനത്തെ ഷാ ഭരണാധികാരിയുടെ മകൻ റസ ഇറാനിലെ പരമോന്നത ഭരണാധികാരി ആയത്തുള്ള അലി ഖംനേയുടെ ഭരണത്തിൽ നട്ടം തിരിയുന്ന ഇറാനിയൻ ജനതയുടെ ഒരു പൊതുശബ്ദമായി മാറിക്കഴിഞ്ഞു. ട്രംപിന്റെ കൈകൾക്കും ഭ്രാന്തൻ ചിന്തകൾക്കുമൊക്കെ കരുത്തു പകരുന്നത് ഈ റസയാണ്. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ കുഴിച്ചുമൂടാൻ സഹായിക്കുമെന്നാണ്. ചുരുക്കത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച അന്ത്യശാസനത്തിന്റെ ഈ 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 15 ദിവസങ്ങൾ അത് എണ്ണുന്നത് ക്ലോക്കുകളിൽ മാത്രമല്ല ഈ ഹാക്കർമാരുടെയെല്ലാം കീബോർഡുകളിൽ കൂടിയാണ് എന്ന് സാരം.